ഷറഫലി നമുക്കൊപ്പമുണ്ട്. ശ്രീ ഷറഫലി, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് പ്രധാനമായും വരുന്നത്. ഇതിൽ കരാർ ലംഘനം നടന്നുവെന്നാണ് അർജന്റീന അസോസിയേഷൻ നിലപാടെടുത്തിരിക്കുന്നത്. എന്താണ് താങ്കളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പൊന്നും ലഭിച്ചതായിട്ട് എന്റെ അറിവിലില്ല. മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ല. മെസ്സിയും കേരള സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ സ്പോൺസറോ തമ്മിലൊരു കരാറ് നിലവിലില്ല. കാരണം മെസ്സിയായിട്ടല്ലല്ലോ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതിൽ തീരുമാനമെടുക്കേണ്ട അതോറിറ്റി. മെസ്സി വരുന്നതും മെസ്സി വരാതിരിക്കുന്നതും അർജന്റീന ടീമിന്റെ വരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ അർജന്റീന ടീം വരുമോ ഇല്ലേ എന്ന് പറയേണ്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. അവർ ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒന്നും പറയാത്തിടത്തോളം കാലം വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ. ഇതിൽ കേരളത്തിന്റെ സ്പോൺസറിന് വീഴ്ച വന്നു എന്ന തരത്തിൽ, അതായത് ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഒരു വീഴ്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അല്ല, അങ്ങനെ എനിക്ക് എന്റെ അറിവിലില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പണം അടച്ചു എന്നാണ് എന്റെ അറിവ്. അതനുസരിച്ച് ഡേറ്റിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ വർഷം വരാനുള്ള സാധ്യത ഇനി എത്രത്തോളമുണ്ട്? പ്രത്യേകിച്ച് ലോകകപ്പിനുള്ള ഒരുക്കങ്ങൾ തുടരേണ്ടതുണ്ട്. അപ്പോൾ ഈ വർഷം എത്താനുള്ള സാധ്യതയൊക്കെ അടയുകയല്ലേ ശരിക്കും? അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 3 മാസം കിട്ടിയാൽ തന്നെ ഒരുക്കങ്ങൾ നടത്താൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. തിരുവനന്തപുരം ആയാലും കൊച്ചി ആയാലും ഒന്നാതരം സ്റ്റേഡിയങ്ങൾ നിലവിലുണ്ട്. പിന്നെ കേരളത്തിന്റെ സോഴ്സ് അനുസരിച്ച് 3 മാസം കൊണ്ട് ഏത് തയ്യാറെടുപ്പും നടത്താനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കേ ആയിട്ടുള്ളൂ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലോ ഡിസംബറിലോ ഒക്കെ മാച്ച് കിട്ടിയാൽ തന്നെ അതിന് നടത്തി കൊണ്ടുപോകാൻ കഴിയും എന്ന് എന്റെ വിശ്വാസം. ഓക്കെ, വളരെയധികം നന്ദിയുണ്ട് യു ഷറഫലി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ വീണ്ടും ഷിജോ കുര്യയിലേക്ക് പോവുകയാണ്. ഷിജോ, അദ്ദേഹം പറയുന്നത് ഒക്ടോബറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അറിയിപ്പുകളൊന്നും അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹവും ഒരു നിലപാട് പറയുന്നത്.